പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മപരിശോധന ചെയ്യാം. യാക്കോബിൻ്റെ ലേഖനം തന്നെയാണ്. കൊയ്ത്തുകാരുടെ നിലവിളി കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇന്ന് അനേകം നീതികേട് കാണിക്കുമ്പോൾ, ആ നീതി ലഭിക്കേണ്ട വ്യക്തികൾക്ക് നീതി ലഭിക്കാതെ പോകുമ്പോൾ, അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ വേദനകളും കണ്ണുനീരും ദൈവത്തിനു മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇനി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മറ്റൊരു അനീതിയാണ്, പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ മക്കൾക്ക് കൊടുക്കേണ്ട ഓഹരി, കുടുംബസ്വത്ത് സമയത്തിന് കൊടുക്കാതെ അവരെ സാമ്പത്തികമായും മാനസികമായും കഷ്ടപ്പെടുത്തുക. പല മാതാപിതാക്കളുമുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ഓഹരി കൊടുക്കത്തില്ല. കുടുംബസ്വത്ത് മക്കളും മക്കളുമായിട്ട് പോലും കുടുംബസ്വത്ത് കിട്ടാത്ത, കുടുംബസ്വത്ത് തന്നില്ല എന്ന് പറഞ്ഞ് അതിലേക്ക് നോക്കിയിരിക്കുന്ന അനേകം വ്യക്തികളെ കാണുവാനും പരിചയപ്പെടുവാനുമായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണിത് പറഞ്ഞത്. ഇന്ന് കുടുംബത്തിൽ മക്കൾ കുറവാണോ, 1-2 പേരെ കാണുകയുള്ളൂ. അതിൽ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം വരുന്നത് മൂത്ത മക്കൾക്കാണ്. മൂത്ത മക്കളുടെ പരിപാടി ഇളയ മക്കളെ നോക്കുക എന്നതാണ്. ആ ഇളയ മക്കളെ കരങ്ങൾ പിടിച്ചുയർത്തി അതുങ്ങളെ വളർത്തുക എന്നത് മൂത്ത മക്കളുടെ ജോലിയായിരുന്നു. ഇന്ന് 2 ഉള്ളൂ. നേരത്തെ 4ഉം 5ഉം മക്കൾ, അല്ലെങ്കിൽ 5ഉം 6ഉം മക്കളുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ മൂത്ത മക്കളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയ കുഞ്ഞുങ്ങളെ വളർത്തുക, അതുങ്ങളെ സംരക്ഷിക്കുക, അതുങ്ങളെ നോക്കുക. അവസാനം സ്വത്ത് വീതം വയ്ക്കുന്ന സമയത്ത് ഇളയത് മുഴുവനും കൊണ്ടുപോകും, മൂത്തതിനൊന്നും കിട്ടത്തില്ല. അതിനവസാനം കണ്ണുനീരും കയ്യുമായിരിക്കും. മൂത്തതിന് പഠിക്കാനായിട്ടുള്ള അവസരമൊന്നും കിട്ടത്തില്ല. കാരണം പറമ്പുണ്ടെങ്കിൽ പറമ്പിൽ കിടന്ന് പണിയും പണിയിപ്പീരുമായിരിക്കും. ലാസ്റ്റ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും ചെയ്യുമ്പോൾ, ഇവനെ കൊണ്ടൊരു കഴിവുമില്ലായിരുന്നു, അവൻ പറമ്പിൽ കിടന്ന് പണിയാ, എൻ്റെ ഇളയ പയ്യനാ, അവൻ നന്നായിട്ട് പഠിക്കുന്നവനായിരുന്നു, അവൻ പഠിച്ച് ഇപ്പോൾ അവൻ നല്ല നിലയിൽ എത്തിയിരിക്കുന്നു, ഇവൻ ഇവിടെ കിടന്ന് ഇന്നും പണിതുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കയ്യിലെ കുഴപ്പമാണോ? പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണമേ. സ്വത്ത് വിഹിതം വയ്ക്കുമ്പോൾ പോലും മാതാപിതാക്കൾ പക്ഷപാതം കാണിച്ചുകൊണ്ട് വിഹിതം വയ്ക്കുന്ന സംവിധാനമുണ്ട്. കുടുംബസ്വത്ത് ഓഹരി അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. മക്കൾക്ക് അർഹതയുള്ളത് കൊടുക്കുക. പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ പറയും, ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ നോക്കില്ല, ഞങ്ങളെ സംരക്ഷിക്കുകയില്ല എന്ന് പറയുന്ന അനേകം മാതാപിതാക്കളുമുണ്ട്. മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ട്. മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം. അവരുടെ കടമകൾ മക്കൾ ഉത്തരവാദിത്വത്തോടുകൂടെ നിറവേറ്റണം എന്നതിനും യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾക്ക് കൊടുക്കേണ്ട കാലഘട്ടത്തിൽ അവർക്കുള്ള ഓഹരി കൊടുക്കുക. പല മാതാപിതാക്കളും ഇന്ന് പിടിച്ചു വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ ഓഹരി ദൈവത്തെയാണ്. ഇന്ന് ദൈവത്തെ കൊടുക്കുന്ന പരിപാടി, മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്ന പരിപാടി പല കുടുംബങ്ങളിലുമില്ല. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ജ്ഞാനം പഠിപ്പിക്കുന്നതിന് വേണ്ടി, ലോകത്തിൻ്റേതായിട്ടുള്ള പലതും പഠിപ്പിക്കുന്നതിന് വേണ്ടി മക്കളെ മറ്റ് മേഖലകളിലേക്ക് തിരിക്കുന്നു. എന്നാൽ മക്കൾക്ക് ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആ ദൈവത്തെ കിട്ടിയ മക്കൾ മാതാപിതാക്കളെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഈ മാതാപിതാക്കളെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് തലമുറ കണ്ടുപഠിക്കണം. ഇന്നതിനുള്ള ഭാഗ്യമില്ല. ഇന്ന് പലപ്പോഴും മക്കളൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലോ ആയിരിക്കും. മാതാപിതാക്കൾ കണ്ണുനീരുമായിട്ട് അവനവൻ്റെ നാട്ടിലും കഴിയുന്നു. ചിലരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ മുറിക്കകത്ത് തന്നെ ഇട്ടേക്കും, കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കേണ്ടത് കൊടുക്കണം.
അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നുവെങ്കിൽ പാപം ചെയ്യുന്നു, നിങ്ങൾ നിയമത്താൽ കുറ്റക്കാരനായി വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ സ്വത്ത് വീതം വയ്ക്കുമ്പോഴൊക്കെ പക്ഷപാതം കാണിക്കാറുണ്ട്. 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾക്കും അവരുടെ സ്വത്ത് തുല്യമായിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഭാരതത്തിൻ്റെ നിയമമനുസരിച്ച് അങ്ങനെയാണ്. എന്നാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ അവനവൻ സമ്പാദിക്കുകയാണ്. മാതാപിതാക്കളുടെ സ്വത്തിന് വേണ്ടിയിട്ട് ഒരു മക്കളും അവിടെ കടിപിടി കൂടി കിടക്കാറില്ല. പിള്ളേർക്ക് പ്രായമായി കഴിയുമ്പോഴേക്കും അവർ സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ കണ്ടെത്തി അവർ സ്വന്തമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് സ്വന്തമായിട്ട് അവർ മാറി താമസിക്കും. മാതാപിതാക്കളെ നോക്കുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സഭാ മക്കളുടെയൊക്കെ സംസ്കാരമനുസരിച്ചും ജീവിതശൈലി അനുസരിച്ചും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നു. ആ സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത് അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമേ, എങ്കിൽ മാത്രമേ അവർക്കും പ്രയോജനം ലഭിക്കുകയുള്ളൂ. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, മക്കൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ഓഹരി കൊടുക്കാതെ കൊണ്ട് പിടിച്ചു വെച്ച അനേകം മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് ഓഹരി കൊടുക്കാതെ മക്കളെ ഭവനത്തിൽ നിന്നും ഇറക്കിവിട്ട മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കാതെ നോക്കാതെ കുടുംബത്തിൽ നിന്നും അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി വിട്ട മക്കളുമുണ്ട്. കർത്താവെ, മാതാപിതാക്കളുടെയും മക്കളുടെയും മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ ഓരോ മക്കളെയും നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.